Point. ഇക്കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 4 ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുകയും ദുഃഖിതരാക്കുകയും ചെയ്ത ഒരു മരണവാർത്ത വന്നു. ഇംഗ്ലണ്ടിലെ സറി എന്ന സ്ഥലത്തുള്ള ഈഷർ റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ തീവണ്ടിക്ക് മുന്നിലേക്ക് എടുത്തുചാടി ആത്മഹത്യ ചെയ്തു. മൃതദേഹം കണ്ടവർ ഞെട്ടിത്തരിച്ചുപോയി. ആ 55-കാരൻ മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റനും പ്രശസ്ത ബാറ്റ്സ്മാനുമായിരുന്ന ഗ്രഹാം തോർപ്പായിരുന്നു. വിഷാദരോഗമായിരുന്നു അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇംഗ്ലീഷ് ക്രിക്കറ്റ് ആരാധകർക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മകൾ ഒരുപാടുണ്ട്. 1993 ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ആഷസ് ടെസ്റ്റ് പരമ്പര നടക്കുകയാണ്. ഓസ്ട്രേലിയയ്ക്ക് പുതിയൊരു സ്പിൻ ബൌളറെ കിട്ടിയിട്ടുണ്ട്, ഷെയ്ൻ വോൺ. ഓൾഡ് ട്രഫോർഡിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിൽ പിച്ച് സ്പിന്നിനെ പിന്തുണയ്ക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയയ്ക്ക് ഒരേ ഒരു സ്പിന്നറേ ഉണ്ടായിരുന്നുള്ളൂ, ഷെയ്ൻ വോൺ. അതും ചെറുപ്പക്കാരനായ പരിചയമില്ലാത്ത ആ സ്പിൻ ബൌളർ. മൈക്ക് ഗാറ്റിംഗ് എന്ന സ്പിന്നിനെ അനായാസം നേരിടുന്ന ഇംഗ്ലീഷ് ബാറ്റ്സ്മാനെതിരെ വോൺ എറിഞ്ഞ പന്ത് ഗാറ്റിംഗിന്റെ ലെഗ് സ്റ്റംപിന് ഏറെ അകലത്തിൽ പിച്ച് ചെയ്തു. അത് വെട്ടിത്തിരിഞ്ഞ് ഗാറ്റിംഗിന്റെ വിക്കറ്റ് വീഴ്ത്തുന്നു. ലെഗ് സ്റ്റംപ് അല്ല വീണത്, ഓഫ് സ്റ്റംപ് ആയിരുന്നു. അത്രയ്ക്ക് മൂർച്ചയേറിയതായിരുന്നു ആ പന്ത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച പന്ത് എന്ന് ആ പന്തിനെ ആളുകൾ വിശേഷിപ്പിച്ചു. ആ ടെസ്റ്റ് ഓസ്ട്രേലിയ ജയിച്ചു. അടുത്ത ടെസ്റ്റിലും ഓസ്ട്രേലിയ തന്നെ ജയിച്ചു. ഷെയ്ൻ വോണിനെ നേരിടാനാവാതെ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർ വിഷമിക്കുന്നു. ഇംഗ്ലണ്ടിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായി ഇംഗ്ലീഷ് സെലക്ടർമാർ ഒരു കാര്യം ചെയ്തു. 3-ാം ടെസ്റ്റ് നോട്ടിംഗ്ഹാമിലെ ട്രെൻബ്രിഡ്ജിൽ അവർ 4 പുതിയ കളിക്കാരെ 3-ാം ടെസ്റ്റിൽ കളിപ്പിച്ചു. മാർക്ക് ലാത്വെൽ, മാർട്ടിൻ മെക്കേജ്, മാർക്ക് ഹൈലറ്റ് എന്നിവരോടൊപ്പം അയാൾ അരങ്ങേറ്റം കുറിച്ചു. അദ്ദേഹത്തിന്റെ പേര് ഗ്രഹാം തോർപ്പ്. ടഫ്നൽ, മൈക്ക് ഗാറ്റിംഗ്, ലൂയിസ് തുടങ്ങിയ നിരവധി കളിക്കാർ അന്ന് പുറത്തു ഇരുന്നു. അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ ഗ്രഹാം തോർപ്പ് സെഞ്ചുറി നേടി. കൂടാതെ മാൻ ഓഫ് ദ മാച്ചും തോർപ്പ് തന്നെ. പരാജയ ശൃംഖലയിൽ നിന്ന് ഇംഗ്ലണ്ട് രക്ഷപ്പെട്ടു. 3-ാം ടെസ്റ്റ് സമനിലയായി. 1969 ഓഗസ്റ്റ് 1 ഇംഗ്ലണ്ടിലെ സറിയിൽ ഫാൻഹാം എന്ന സ്ഥലത്താണ് ഗ്രഹാം തോർപ്പ് ജനിച്ചത്. ജെഫ് തോർപ്പ് എന്നായിരുന്നു അച്ഛന്റെ പേര്, അമ്മ ടോണി തോർപ്പ്. കുട്ടിക്കാലത്തെ ക്രിക്കറ്റിൽ ആകൃഷ്ടനായ ഗ്രഹാം തോർപ്പ് നാട്ടിലെ ലോക്കൽ ക്ലബിനു വേണ്ടി സറി ചാമ്പ്യൻഷിപ്പിൽ കളിച്ചു. മികച്ച ഫോമിൽ കളിക്കാൻ തുടങ്ങിയ ഗ്രഹാം തോർപ്പിനെ ലിസ്റ്റർഷയർ കൌണ്ടി ക്രിക്കറ്റ് ടീം അവരുടെ ടീമിലെടുത്തു. ബൌളറായിട്ടായിരുന്നു അക്കാലത്ത് അദ്ദേഹം പേരെടുത്തത്. ആദ്യത്തെ വിക്കറ്റ് സാക്ഷാൽ ഡേവിഡ് ഗവറെ LBW ആക്കിക്കൊണ്ടായിരുന്നു. 1998 സറി കൌണ്ടി ടീമിനു വേണ്ടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം. 1993 സെഞ്ചുറിയോടെ ടെസ്റ്റ് ക്രിക്കറ്റിലും അരങ്ങേറ്റം. 1997 ആഷസ് സീരീസിൽ 453 റൺസ് എടുത്ത് ഗ്രഹാം തോർപ്പ് ഇംഗ്ലണ്ടിനു വേണ്ടി പരമ്പരയിൽ ഏറ്റവുമധികം റൺസ് നേടുന്ന ബാറ്റ്സ്മാനായി. 97 ഈ പ്രകടനത്തിന്റെ പേരിൽ ഗ്രഹാം തോർപ്പിനെ 98 വിസ്ഡൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുത്തു. 2002 ന്യൂസിലാൻഡിനെതിരെ അടിച്ച ഡബിൾ സെഞ്ചുറി അതിലെ സ്ട്രോക്കുകളുടെ ധാരാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായി. 231 പന്തുകളിൽ നിന്ന് 28 ബൌണ്ടറികളും 4 സിക്സറുകളും അടിച്ച് തോർപ്പ് അന്ന് ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കി. 2002 ശ്രീലങ്കയ്ക്കെതിരെ ബർമിംഗ്ഹാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് വിജയം സമ്മാനിച്ച സെഞ്ചുറി തോർപ്പിന്റേതായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇംഗ്ലണ്ടിന്റെ സ്കോർ 9-454 ആയിരുന്നു. അവസാന വിക്കറ്റിന് തോർപ്പും മാത്യു ഹോഗാർഡും ചേർന്ന് 91 റൺസ് കൂട്ടിച്ചേർത്തു. തോർപ്പ് ആ ടെസ്റ്റിൽ 2-ാം ഇന്നിംഗ്സിൽ 123 റൺസ് എടുത്തു. 2003 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തോർപ്പ് ആദ്യഘട്ടത്തിൽ ടീമിലുണ്ടായിരുന്നില്ല. 1-2 ഇംഗ്ലണ്ട് പരമ്പരയിൽ പിറകിലായപ്പോൾ സെലക്ടർമാർ തോർപ്പിനെ തിരിച്ചുകൊണ്ടുവന്നു. തോർപ്പിന്റെ സെഞ്ചുറി ഇംഗ്ലണ്ടിന്റെ വിജയത്തിൽ കലാശിച്ചു. 100 ടെസ്റ്റുകൾ കളിച്ച തോർപ്പ് 6744 റൺസ് എടുത്തിട്ടുണ്ട്. അതിൽ 18 സെഞ്ചുറികളും 39 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം തോർപ്പ് പരിശീലകനായും BBC-യുടെ റേഡിയോ കമന്റേറ്ററായും തിളങ്ങി. തിളക്കമുണ്ടായിരുന്ന ആ വലിയ ക്രിക്കറ്റ് താരത്തിന്റെ അകാല നിര്യാണം ലോകമെങ്ങുമുള്ള ക്രിക്കറ്റ് പ്രേമികളെ അങ്ങേയറ്റം ദുഃഖിതരാക്കി. Point.